ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. തേങ്ങാപ്പാലല്ലേ? ഇല്ല, വാജാ. വെള്ളം ഒഴിച്ച്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കുറച്ചധികം വിശേഷങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ റെസിപ്പീസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഉലുവാക്കഞ്ഞി ഉണ്ടാക്കുന്നത് കാണിക്കണമെന്ന്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുടിക്കലൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇപ്പം കുറേ പേരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാലും ഞാൻ ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എല്ലാം കൂടെ തലേദിവസം വേവിച്ച് വെച്ചിട്ട് ഇന്നിപ്പോൾ ശർക്കരപ്പാനി നമ്മൾ ആക്കി വെച്ചതുണ്ടാവുമല്ലോ, അത് മധുരത്തിനായിട്ട് ഒഴിച്ചു കൊടുക്കും. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ വറവിട്ടെടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ അളവെടുത്തിരിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു 4 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് നുറുക്കില്ലേ, ഒരു നുറുക്ക് ഗോതമ്പ് അതെടുത്തു. അത് രണ്ടും കൂടി രാവിലെ തന്നെ ഞാൻ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കൂട്ടാ, വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ അതിലേക്ക് പിന്നെ വൈകുന്നേരം, രാവിലെ വെള്ളത്തിലിട്ട് ഞാൻ വൈകുന്നേരമാണ് ഇത് വേവിക്കാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ. മരുവിനൊക്കെ ശേഷം നമ്മൾ ഫുഡ് ഉണ്ടാക്കുക, അല്ലെ ഫുഡ് കഴിക്കാനൊക്കെ വരുമ്പോൾ കുക്കറിൽ അങ്ങ് അടുപ്പത്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ വെള്ളത്തിൽ കുതിരാൻ വെച്ചത് വെള്ളത്തോടെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ പായസപ്പരിപ്പില്ലേ, ചെറുപയർ പരിപ്പ്, അതിട്ട് കൊടുക്കുക. ചെറുപയർ ഇടാം, നിങ്ങളുടെ അടുത്ത് പരിപ്പില്ലെങ്കിൽ ഇടാം, പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ചെറുപയർ പരിപ്പ് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. നമുക്കൊരു ചെറുപയർ പായസം കുടിക്കുന്ന ആ ഒരു ഫീൽ കിട്ടും. ഉലുവേൻ്റെ ടേസ്റ്റ് നമുക്ക് മുന്നിലേക്ക് വരില്ല കേട്ടോ. പിന്നെ കൈമ അരിയില്ലേ, നമ്മളെ നെയ്യരി, നെയ്ച്ചോറുണ്ടാക്കുന്ന നല്ല സ്മെല്ലുള്ള അരി, അത് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ നിങ്ങളെ വീട്ടിൽ എത്ര പേർക്കാണോ അളവ് അതിനനുസരിച്ച് സാധനങ്ങൾ കൂട്ടി എടുത്താൽ മതി. അപ്പോൾ ഇത്രയും എടുക്കുക. എന്നിട്ട് ഇത്രയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പ്, 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും കേട്ടോ. ഞാൻ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് അവിടെ വെക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉലുവൊക്കെ നല്ല വെന്ത് സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് പിന്നെ തുറന്നൊന്നും നോക്കില്ല, അവിടെ വെക്കും. രാവിലെ ഇതാ നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കും. അതിലേക്ക് ശർക്കരപ്പാനി മധുരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം, പക്ഷെ നമ്മളിവിടെ ശർക്കരയാണ് കേട്ടോ ചേർക്കാറുള്ളത്. അതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒറ്റ പാലെടുത്താൽ മതി. തേങ്ങ ചെരുകിയൊക്കെ തലേദിവസം വെച്ചിട്ടുണ്ടാവും. അതിലേക്ക് തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് പാലെടുക്കും. ആ പാലൊഴിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ ചെറിയ ഉള്ളിയിൽ നല്ല നെയ്യിൽ വറവിട്ടെടുക്കും. ഇതേ ഉള്ളൂ കേട്ടോ, സംഭവം റെഡിയാണ്. തലേദിവസം നമ്മൾ അപ്പം തന്നെ വേവിച്ചെടുക്കുന്നതിനേക്കാളും തലേദിവസം ഇത് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സെറ്റായിട്ട് വെന്ത് കിട്ടും. ഈ ഉലുവയൊന്നും അവിടെ കൂടെ ഇങ്ങനെ കടിക്കൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് വെന്ത് അതിലേക്ക് ഇങ്ങനെ ചേർന്ന് കിട്ടും. അത് ഞാനിവിടെ വന്ന സമയത്ത്, ആ സമയത്ത് നമുക്കിതെന്താണെന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് കേട്ടോ. രാത്രി ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കുക്കറിൽ വിസിലടുപ്പിച്ചിട്ട് ഓഫാക്കിയിടും. അന്ന് ഗോതമ്പ് നുറുക്കാൻ തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ഇത്രയും കാര്യങ്ങൾ ഇടൂല, ഗോതമ്പ് നുറുക്കോ റൈസോ അങ്ങനെ എന്തോ ആണ് ഇടലും. എന്നിട്ട് വേവിച്ചവിടെ വെക്കും. എന്നിട്ട് രാവിലെയാണ് കേട്ടോ ഇതുപോലെ തന്നെ റെഡിയാക്കി. അപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ് ചെയ്യാറ്. രാവിലെ എണീറ്റിട്ട് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇത് കുടിക്കുക. ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഒരു പായസം കുടിക്കുന്ന ഫീലിൽ നമുക്ക് കുടിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുടിക്കുന്നില്ല, ഇതിപ്പോൾ വാവക്കും റഫീക്കാക്കും ഉള്ളത് ഞാൻ ആക്കിയെടുത്തതാണ്. അപ്പോൾ അവർ കുടിക്കുകയാണ്. വാവ എണീറ്റിട്ടില്ല, എണീറ്റ് വന്നിട്ട് കുടിക്കും.
ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഏട്ടത്തിൻ്റെ വീട്ടിൽ നിന്നപ്പോൾ അവിടുന്ന് 5 ദിവസം ഞങ്ങളെല്ലാവരും കൂടെ കുടിച്ചു കേട്ടോ. അതിനുശേഷം വന്നിട്ടാണ് ഞാൻ റഫീഖാക്കും വാവക്കും ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉണ്ടാക്കുന്നത് കാണിക്കണേന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് ഇത്രയും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത്. അളവ് നിങ്ങൾ വീട്ടിലുള്ള ആളുകൾക്കനുസരിച്ച് മാറ്റങ്ങൾ കുറക്കുക കൂട്ടുക. ഒരാൾക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ ടേബിൾ സ്പൂണില്ലേ, അതൊക്കെ പകുതിയൊക്കെ ഞാനിപ്പോൾ 2 പേർക്കുള്ളതാണ് കേട്ടോ. 2 പേർക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മളെ റംബുട്ടാനിതാ വലയിടാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിതാ നല്ല അടിപൊളിയായിട്ട് വല ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഇപ്രാവശ്യം എന്താ സംഭവിക്കുകയെന്ന് നമുക്ക് നോക്കാമല്ലോ. നമുക്ക് കിട്ടുമോ അതോ കുരങ്ങന്മാർ കൊണ്ടുപോകുമോ കുട്ടികൾ കൊണ്ടുപോകുമോ എന്നൊക്കെ നോക്കാം. ഇതില്ലേ ശരിക്കും പറഞ്ഞാൽ പകുതി മുക്കാലും കുരങ്ങന്മാർ കൊണ്ടുപോകും. പിന്നെ പകുതി കുട്ടികൾ കവർ കൊണ്ട് വന്നിട്ടില്ലേ ഈ മതിലിൽ നിന്നിട്ട് പറിച്ചെടുക്കാനുണ്ട് ചെയ്യുക. അപ്പോൾ ഈ മുന്നിലുള്ളവർ നമുക്ക് കാണൂല, നമ്മൾ അപ്പുറത്തെ ഭാഗത്തൊക്കെ അല്ലേ. അപ്പോൾ നിശ്ചയം അവരൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ ഞങ്ങളോട് പറിച്ചോളാൻ പറഞ്ഞാന്ന് കേട്ടോ പറയുക. കുട്ടികളങ്ങനെ കേട്ടോ പറയുക. എന്നിട്ട് അവരും പറിച്ചോണ്ടും. നമ്മളിത് കാണുകയില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണ ഇല്ല ഇത് മൂത്തിട്ട് നല്ലോണം പച്ചയായിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചിരുന്നപ്പോഴത്തേക്കും ആ പച്ചക്കന്നെ അതിൽ സംഭവം ആയിട്ടുണ്ടാവുമല്ലോ. ടേസ്റ്റ് ആ മധുരമൊന്നും വന്നിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ. ആ പച്ചക്കന്നെ കുരങ്ങന്മാരും കൊണ്ടുപോയി കുട്ടികളും കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ അതാണ് സംഭവിച്ചത്. ഇപ്രാവശ്യം എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കി നോക്കാം. നമ്മളെ പ്ലാന്റ്സൊക്കെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം ഒഴിക്കാതെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. പ്രഫീക്ക് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നോക്കി വെള്ളം ഒഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാനില്ലെങ്കിൽ ആൾ ശ്രദ്ധിക്കില്ല കേട്ടോ. അത് ആ സൈഡിൽ നിന്നൊക്കെ ആ മാവിൻ്റെ ഒട്ടത്തൊക്കെ കിട്ടും കേട്ടോ. ഇതില്ലേ ഇതൊക്കെ മാവിൻ്റെ ചോട്ടിലുള്ള അത് കിട്ടും. പക്ഷെ ആ ഇതിൻ്റെ ആര്യവേപ്പിൻ്റെ വളച്ചെടിൻ്റെ ഒന്നും അതിനെ കൊണ്ട് അടിക്കാൻ കിട്ടൂല. ഇമ്മ പിടിച്ച് നിൽക്കും. അത് ചൂലുകൊണ്ട് തന്നെ കിട്ടൂല ചില സമയത്ത്. ചൂലുകൊണ്ട് തന്നെ ചിലപ്പം കിട്ടില്ല. അതുകൊണ്ട് ആ ബ്രഷ് കൊണ്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ റഫീക്ക് മുറ്റടിക്കൽ അങ്ങനത്തെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒക്കെ അങ്ങനെ ചെയ്തു പോകട്ടെ ചെയ്യുക. അപ്പോൾ ചെടി മറന്നു പോവും. അങ്ങനെ ഏതെങ്കിലും പിന്നെ അത്രയും സമയം ഉണ്ടാവുള്ളൂ രാവിലെ കേട്ടോ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ചില ഭാഗത്തുള്ള ചെടികളൊക്കെ ഒന്നിങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയായതുകൊണ്ട് വാടിപ്പോകുന്നില്ല. ആ ഒരു ക്ലൈമറ്റ് ചൂടല്ലല്ലോ, നമുക്കിവിടെ തണുപ്പ് തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വെയിൽ വരുന്നത് കൊണ്ട് ഭയങ്കരമായിട്ടുള്ള നമുക്കൊരു മടു പിടിക്കുന്നൊരു തണുപ്പുണ്ടല്ലോ അതങ്ങ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചൂടൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ലാണ്ട് ഇടയ്ക്ക് വെയിലിറക്കുന്നതുകൊണ്ട്. ഇതുവരെ നല്ല തണുപ്പ് തന്നെയായിരുന്നു കേട്ടോ. നല്ല തണുപ്പെന്ന് വെച്ചാൽ മഴയില്ലാത്ത ദിവസങ്ങളിൽ പോലും നന്നായിട്ട് തണുപ്പുണ്ടായിരുന്നു നമ്മൾ അകത്തൊക്കെ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സൊക്കെ അകത്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിലും ഇപ്പം ഞാൻ വന്നതിന് ശേഷം റഫീഖിനെ കൊണ്ട് പുറത്തേക്ക് എടുത്ത് വെപ്പിച്ചു കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സൊക്കെ കുറേയൊക്കെ
ഈ സൈഡിലുള്ള അങ്ങനത്തെ പ്ലാന്റ്സൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഒരു വാടിയിട്ടില്ല, എന്നാലും മോശമായിട്ടുണ്ടായിരുന്നു, വെള്ളമില്ലാണ്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി റെഡിയാക്കലാണ്. നമ്മളെ പുല്ലൊക്കെ കണ്ടില്ലേ, അന്ന് ഞാൻ പോകുന്നതിൻ്റെ ആ ഒരു സമയത്തല്ല ഇത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ കണ്ടോ, മഴയത്ത് നമ്മൾ ആ സമയത്ത് കട്ട് ചെയ്തതുകൊണ്ട് ഇതാ പുല്ലൊക്കെ നല്ല ഈവണായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് കണ്ടോ, ആ ഒരു കുന്നുപോലെയും മല പോലെയും ഇല്ല, പിന്നെ ഈ പോയ ആ ഭാഗങ്ങളും ഇല്ല, എല്ലാം നീറ്റായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ ആ സമയത്ത് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വളർന്ന് അതിൻ്റെ ഷേപ്പ്ലെസ് ആയിട്ടുണ്ടാവും കേട്ടോ. ഷേപ്പൊക്കെ പോയി മോശമായിട്ട് ഇങ്ങനെ തൂങ്ങി ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഭയങ്കര എന്ത് രസമല്ലേ ഈ കളറ്. ഇതൊക്കെ ശരിക്കും ഈ ഭാഗത്ത് ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുന്ന നല്ല രസമല്ലേ ആ കളറ്. പിങ്ക്, വൈറ്റ്, റെഡ്, മൊത്തത്തിൽ നമ്മളടുത്ത് മറ്റേ ഉള്ള സാധാ കളറിനേക്കാളും ഇതിനൊരു കുറച്ചുകൂടെ അട്രാക്ഷൻ കൂടുതലാണ് അല്ലേ. ഭയങ്കര നല്ല രസമല്ലേ. നമുക്ക് രണ്ടാക്കും ഈ ആന്തൂരി എന്ന് പറയുന്ന ഒരു വീക്ക്നെസ് ആട്ടോ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ ഇഷ്ടമായിരുന്നു, പക്ഷേ അതിൻ്റെ പോട്ടിങ്ങും ഇതൊന്നും കറക്റ്റായിട്ട് അതിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ചെയ്യാത്തത് കൊണ്ട്, അതിനെക്കുറിച്ചൊന്നും പഠിക്കാത്തത് കൊണ്ടും അങ്ങനെ ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും പറയുന്ന പോലെ തന്നെ നമുക്കും ഒരു ഫ്ലവർ, വല്ലപ്പോഴും ഒരു ഫ്ലവർ വെറുതെ ലീഫ് ഇങ്ങനെ വന്ന് കിടക്കുകയാണ് ചെയ്യുക. പിന്നീട് നമ്മളിതിങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ, എങ്ങനെയും പഠിച്ചതല്ല, ഉണ്ടാക്കി നമ്മളിങ്ങനെ പരീക്ഷിച്ച് നോക്കിയപ്പോൾ അതിങ്ങനെ റെഡിയായി വരുന്നത് പോലെ തോന്നിയിട്ടാണ്. നന്നായിട്ട് പൂവും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണ് പാടെ അങ്ങ് ഒഴിവാക്കി ഒരു പിടി, ഇപ്പം നമ്മൾ രണ്ട് കൈയും കൂടെ വെച്ചിട്ട് ഒരു പിടിയില്ലേ, അത്ര മണ്ണേ നമ്മൾ ഇതിലേക്ക് കൊടുക്കുകയുള്ളൂ കേട്ടോ. അത്രയും ചാണകപ്പൊടിയും പിന്നെ ഫുൾ ചകിരിച്ചോറോ അല്ലെങ്കിൽ ചകിരി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ചകിരി കട്ട് ചെയ്തിട്ട് ഇടുകയാണ് അധികവും ചെയ്യുക, കാരണം നമുക്കിവിടെ ചകിരി ഉണ്ടല്ലോ. അതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ട് ഒരു കാൽ ഭാഗം ഇടും. പിന്നെ പ്ലാന്റ് വെച്ച് കൊടുക്കുമ്പോൾ മണ്ണും ഇതും ഞാൻ പറഞ്ഞ അത്ര അളവിലിട്ടിട്ട് മുകളിലേക്കും ചകിരി വെച്ച് കൊടുക്കും. അത്രയാണ് നമ്മൾ ചെയ്യൽ. അതിന് ശേഷമാണ് നമുക്ക് ആന്തൂരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് കേട്ടോ. നന്നായിട്ട് ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ആദ്യം നമുക്ക് ഇഷ്ടമായിരുന്നത്, ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ റഫീഖാൻ്റെ അടുത്ത് 2-3 ആന്തൂരി തന്നെ നല്ല അടിപൊളി പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് മുതലേ ഇഷ്ടമാണ്. പിന്നെ ഇപ്പോഴാണ് നമുക്കതിങ്ങനെ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചായിട്ട് നമ്മളതിലിങ്ങനെ വേണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത സമയത്ത് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ. വേറെ ഒന്നും നമ്മൾ ചെയ്യില്ല, വളം കാര്യങ്ങളും ഒന്നും നമ്മൾ ഈ ഒരു സമയത്തൊന്നും ചെയ്യുന്നില്ല കേട്ടോ. വെയിലാകുമ്പോൾ ചെയ്യും, അത് ഞാൻ പറഞ്ഞു തരലുണ്ട്. ചാണകമൊക്കെ കലക്കി വെച്ചിട്ട് പുളിപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കലുണ്ട്. അല്ലാതെ ഇപ്പോൾ ഒന്നും നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. വെള്ളമല്ലേ, മഴയല്ലേ. അങ്ങനെ ഈ ഒരു സമയത്ത് നമ്മൾ ആന്തൂര്യത്തിനൊന്നും ഒന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. മഴയത്ത് അവിടെ വെച്ചാൽ മതിയിട്ട്. അവർക്ക് ഫുൾ ടൈം വെള്ളം കിട്ടിയാലും അത്രയും നല്ലതാണ് കേട്ടോ. ആന്തൂര്യം വെള്ളത്തിലുണ്ടാകുന്നൊരു സംഭവം തന്നെയാണ്, ഒരു കുഴപ്പമില്ല. ചീഞ്ഞു പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വെള്ളം ഇല്ലെങ്കിലാണ് ആന്തൂര്യം നാശമായി പോവുക. അപ്പോൾ അങ്ങനെ അകത്തേക്ക് കയറി കുറച്ച് പണികളൊക്കെ റഫീക്കും ഞാനും കൂടെ ഇങ്ങനെ നിന്നു, ചെയ്തിട്ടില്ല. അപ്പോൾ മുറ്റടിക്കൽ, പിന്നെ ചെടിയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ലീഫൊക്കെ ഉണങ്ങിയ ലീഫുകൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യൽ, അങ്ങനത്തെ റഫീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മളിങ്ങനെ കൂടെ നിന്നാൽ മതി കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തോളും. ഞാൻ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ മതി, റഫീക്ക് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു തരും. ഇല്ലെങ്കിൽ ചെയ്യൂല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അകത്ത് കയറി നമ്മൾ റഫീക്കും അവൻ ഉലുവാക്കഞ്ഞി കുടിച്ചിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അപ്പോൾ അവർക്ക് തന്നെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഉലുവ എന്ന് പറയുന്ന സാധനം വേഗം ഇങ്ങനെ വയറ് കാണൂലേ, വേഗം വിശക്കുകയും ചെയ്തു. നമ്മൾ കുടിക്കുമ്പോൾ ദമ്മാവും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങും കേട്ടോ. അത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് എടുക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നവർക്ക്, വീട്ടിലിരിക്കുന്നവർക്ക് കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാമല്ലോ, ഫ്രൂട്ട്സ് ഇനി എന്തെങ്കിലും എടുത്ത് കഴിക്കാമല്ലോ. പക്ഷേ പുറത്ത് പോകുന്നവർക്കൊന്നും അങ്ങനെയല്ല കേട്ടോ. എന്തെങ്കിലും ഒന്നും കഴിച്ചിട്ട് വേണം ജസ്റ്റ് പോകാൻ വേണ്ടിയിട്ട്. കാരണം പെട്ടെന്ന് വിശക്കും. ഉലുവ പെട്ടെന്ന് വിശക്കുന്നൊരു സംഭവമാണ്, ദഹനം പെട്ടെന്ന് നടക്കൂലേ. അപ്പോൾ ഞാനിപ്പോൾ ഇനിയിപ്പോൾ പുട്ടുപൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ആക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. ഒരു ഹെവി ഉച്ചയ്ക്ക് എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ ആക്കണം. അപ്പോൾ ഒരു ഹെവി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചപ്പോൾ റഫീഖ് എന്നാൽ പിന്നെ പഴം മതിയോ മുട്ട മതിയോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ 2-3 എഗ്ഗും കൂടെ വെച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ എഗ്ഗും പഴവും ഒക്കെ കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എപ്പോഴും മറക്കും കേട്ടോ. ഈ കുറേ പേര് എൻ്റെ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് എന്തിനാണ് പഴം പുഴുങ്ങുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നതെന്ന്. എഗ്ഗിലേക്കല്ല കേട്ടോ, പഴം പുഴുങ്ങും. എഗ്ഗിന് ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുക്കില്ല.
പിന്നെ കൊടുക്കുന്നതെന്ന് ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും പഴത്തിന്. ആ ഒരു പുളിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു ഉപ്പ് കേട്ടോ. അതൊന്നും അങ്ങനെ ചെയ്യാത്തവർ കുറേ പേര് ചെയ്യുന്നുണ്ടാവും. ചെയ്യാത്തവരായിരിക്കുമല്ലോ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ചെയ്യാത്തവർ ജസ്റ്റ് ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ചെയ്ത് നോക്കി നോക്ക്. അതുപോലെ തന്നെ പഴം നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഒരു പിഞ്ച് പൊടിയുപ്പ് ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇനി ഒരു ചായയും കൂടെ ആക്കിയിട്ടെടുക്കട്ടെ. പിന്നെ നമ്മളിങ്ങനെ പാല്, ഇതും കുറേ പേര് കമൻറ്റിൽ ചോദിക്കലുണ്ട്, പാൽ ഒന്നിച്ച് വാങ്ങി വെക്കലാണെന്ന്. അപ്പോൾ ഞാൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ നിറച്ച് വാങ്ങി വെക്കുകയാണ് കേട്ടോ ചെയ്യുക. ആദ്യം നടക്കാൻ പോകുമ്പോഴേക്കും നമ്മൾ പാല് വാങ്ങുക. ഇപ്പോൾ ഞാനൊരിക്കൽ കാണിച്ചു തരാം. നമ്മളെ റോഡിൻ്റെ ആ ഒരു എൻഡിലേക്ക് ഈ സൊസൈറ്റി പാല് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് നിറച്ച് വാങ്ങും. ഇത് തീരുമ്പോൾ 2 ദിവസത്തിനൊക്കെ കിട്ടും. തീരുന്ന സമയത്ത് പിന്നെ വാങ്ങുകയാണ് ചെയ്യുക കേട്ടോ. രാവിലെ വരും കേട്ടോ പാല്. അപ്പോൾ ഇതുപോലെ ഞാൻ പാലിൻ്റെ ഇങ്ങനെ പാട മാറ്റി വെക്കും കേട്ടോ. എന്നിട്ട് ആ ഒരു ബോക്സ് ഫുള്ളാകുന്ന സമയത്ത് നമ്മൾ ഗീ ഉണ്ടാക്കും. മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഗീ ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിൽ ഗീ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ, പുതിയ വ്യൂസിനോടാണ് പറയുന്നത്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മന്തി, ബിരിയാണി, സ്പെഷ്യൽ റൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോന്ന് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. പുതിയ വ്യൂസ് ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടാണ് ഞാനീ പറയുന്നത്. നമ്മളെ പഴയ വ്യൂസിനൊക്കെ അവർക്ക് അറിയാം നമ്മളെ വ്ളോഗും, സ്പെഷ്യലി നമ്മൾ റെസിപ്പീസ് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. എന്നാൽ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു ചാനലാണ് കേട്ടോ നമ്മളത്. പിന്നെ എന്തെങ്കിലും ഒരു ആഘോഷവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പീസ്, പെരുന്നാൾ വരുമ്പോൾ പായസം, ബിരിയാണി, പുഡിങ്, സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ഓണം വരുമ്പോൾ നമ്മൾ അതിൻ്റെ റെസിപ്പീസ് കാണിക്കാറുണ്ട്. പിന്നെ ക്രിസ്മസ് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളത് കാണിക്കാറുണ്ട്. കുട്ടികളുടെ സ്കൂൾ തുറക്കുമ്പോൾ അതിൻ്റേതായിട്ട് കാണിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു ചാനലാണ് കേട്ടോ നമ്മളെ ചാനൽ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ പുതിയ വ്യൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ പഴം പുഴുങ്ങിയതും എഗ്ഗ് പുഴുങ്ങിയതും ചായയും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ ആ പ്ലാന്റ് കട്ട് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു പ്ലാന്റ്, അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ കിച്ചണിൽ അങ്ങനെ വലിയ പണികളൊന്നും ചെയ്യലില്ല എന്ന്. അപ്പോൾ അതിലിങ്ങനെ വെള്ളം കുറഞ്ഞു പോയിട്ട്, ഞാൻ പോയ സമയത്ത് കുറഞ്ഞു പോയിട്ട് പിന്നെ ഞാൻ വന്നതിന് ശേഷം അത് ബോട്ടിൽ കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ നിന്നതുകൊണ്ട് ലീഫ് ഒന്നിങ്ങനെ പഴുത്ത് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ അത് ശരിക്കും നമുക്കൊരു നെഗറ്റീവ് ഫീലാണ് കേട്ടോ. തീരെ നമ്മളകത്ത് വെച്ച് ഇൻഡോർ പ്ലാന്റിൽ ഒരു വാടിയ ലീഫ് അല്ലെങ്കിൽ ഒരു പഴുത്ത ലീഫൊക്കെ കിടക്കുന്ന സമയത്ത്, അപ്പോൾ അത് ഞാൻ വേഗം ഒന്ന് കണ്ടപാടെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടതാണ് കേട്ടോ. പിന്നെ അത് അവിടെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ റഫീക്ക ഒരു ഫോൺ വന്നിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് കഴിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മളെ വീഡിയോസിന്, കഴിഞ്ഞ 2 വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ. കുറേ നല്ല നല്ല കമൻറ്റും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് നിങ്ങൾ ഓരോ കമൻറ്റിനും. പിന്നെ ഇനിയും ഒരുപാട് പേര് സത്യം അറിയാത്തവരുണ്ട് കേട്ടോ. കുറച്ച് വീഡിയോൻ്റെ കുറച്ച് കണ്ടിട്ട് കമൻറ്റ് ഇട്ടവരും ബാക്കി കണ്ടവർക്ക് കുഴപ്പമില്ല, ബാക്കി കാണാത്തവരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പോസ്റ്റ് കണ്ടിട്ട് വീഡിയോ ഞാൻ ഇടുന്നില്ല എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പോകാത്തതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ കംപ്ലീറ്റ് കണ്ടു നോക്കുക. പിന്നെ എൻ്റെ വ്യൂസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയിൽ നിങ്ങളുടെ കമൻറ്റ് അത് മസ്റ്റായിട്ടും ചെയ്യുക, ലൈക്ക് മസ്റ്റായിട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾ, ഫ്രണ്ട്സിന് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മളെ എന്താ പറയുക നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എല്ലാവരിലേക്കും നമ്മളെ വീഡിയോ എത്തുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ 2 ലാഖിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 2 ലാഖിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ആയി വരട്ടെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും പ്രയത്നിക്കുന്നുണ്ട്, നിങ്ങളും ഒന്ന് ഉഷാറാവട്ടെ കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയുന്നതാണ്. അപ്പോൾ റഫീക്ക ഒന്ന് പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും എൻ്റെ ലഞ്ചും കൂടെ എനിക്ക് ആക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ആണുങ്ങൾ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ വെറുതെ അങ്ങനെ ഈ സമയം പോകില്ല, വെറുതെ ഇരുന്നിട്ടും ഓരോന്ന് സംസാരിച്ചിരുന്നിട്ടും പിന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്തിട്ടും അങ്ങനെയൊക്കെ കുറേ സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ റഫീക്ക് എന്തായാലും 2 മണിയൊക്കെ ആകാതെ ഫുഡ് കഴിക്കൂല കേട്ടോ. അപ്പം ഞാൻ വേഗം മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്ന് പ്രോൺസ് മന്തി, നമ്മൾ ചെമ്മീൻ വെച്ചിട്ടുള്ള മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് ഇല്ലേ, നമ്മൾ മന്തി ഉണ്ടാക്കുന്ന വൈറ്റ് റൈസ്, അത് വെള്ളം തിളച്ച് വന്നപ്പോൾ വെള്ളത്തിലേക്ക് ഞാൻ പട്ട, ഉപ്പ്, ഒരു 2 ടീസ്പൂൺ ഓയിൽ, സാദാ ഓയിൽ, പാം ഓയിലാണ് കേട്ടോ ഞാൻ മന്തി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം.
വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട. വെളിച്ചെണ്ണയിലും ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. പക്ഷെ മന്തി പെർഫെക്റ്റ് ഓയിലാണ് ഉണ്ടാക്കിയെടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റൈസ് അവിടെ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. റൈസ് വേവിക്കുന്നത് എല്ലാവർക്കും അറിയാലോ, വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ ഇനി നമ്മൾ മന്തിയിലേക്കുള്ള കാര്യങ്ങൾ. ഇത് ഞാൻ എപ്പോഴും കാണിക്കുന്ന ഒരു ബോക്സ് ആയിരിക്കും ഇത്, നിങ്ങൾ എപ്പോഴും എൻ്റെ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചുവന്നുള്ളിയൊക്കെ ഞാൻ ഈ ബോക്സിൽ കുറച്ചായിട്ട് ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് ഇട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുക. ഇത് ഇഞ്ചിയൊക്കെ ഇങ്ങനെ ഫ്രീസായിട്ട് നമുക്ക് കിട്ടും. ഞാൻ ഈ പേസ്റ്റ് ആക്കി വെക്കുന്നതിനേക്കാളും എനിക്ക് വെക്കാറുണ്ട് വല്ലപ്പോഴും, പക്ഷെ അങ്ങനെ വെക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇതുപോലെ തൊലി കളഞ്ഞ് വെക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ആ സമയത്ത് എടുത്തിട്ട് ചതച്ചിട്ടോ അരിഞ്ഞിട്ടോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ, ആ ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ വലിയ സൈസ് പ്രോൺസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മന്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വലിയ സൈസ് പ്രോൺസ് തന്നെ കിട്ടുകയാണെങ്കിൽ എടുത്തോ. ചെറുതിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, അടുത്ത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കിയാൽ എനിക്കറിയില്ല. ഞാൻ വലുതിലാണ് കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, അത്രയും മതിയേ, നന്നായിട്ട് ചതച്ചത്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണിൻ്റെ ഒരു 1/4 ടീസ്പൂണൊക്കെ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും മതി കേട്ടോ. മസാലപ്പൊടികളൊന്നും ഇതിലേക്കാളും കൂടുതൽ നിങ്ങൾ ചേർത്ത് കൊടുക്കരുത്. ഞാനിപ്പോൾ 1/2 കിലോ മന്തിയാണ് ഉണ്ടാക്കുന്നത്, 1/2 കിലോ റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചെമ്മീൻ പിന്നെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇത് മിക്സ് ആക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മന്തീൻ്റെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഇപ്പോൾ നല്ല ചെമ്മീനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. വലിയ ചെമ്മീൻ റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ചെറുത് ഭയങ്കര ഈസി ആയിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ചെറുതിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ, ഇങ്ങനെ അടിഞ്ഞു പോകുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല ഫ്ലേവർ വരുന്ന ചെമ്മീനും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ അത് മസാല ആക്കി വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റെങ്കിലും അവിടെ നിന്നോട്ടോ. അതിന് വേണ്ട, നമ്മൾ ആ റൈസൊക്കെ വേവുന്നൊരു സമയമുണ്ടല്ലോ, അത്രയും മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഭയങ്കര പ്രോസസ്സും കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര ഈസി ആയിട്ടുള്ള മന്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കൽ, എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാ നമ്മളെ റൈസ് ഒരു എന്താ പറയുക, വെന്തിട്ടുണ്ടാവണം എന്നാൽ സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ല, ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഒന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കട്ടെ. ഇനിയിപ്പോൾ ഇതൊരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു 1/4 ബൗളിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ നിങ്ങൾ ഓയിൽ എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാം ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ള, സാധാ ഓയിൽ. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കുക, ഒലിവ് ഓയിൽ എടുക്കുക, അങ്ങനെ നിങ്ങൾ എടുക്കുന്ന ഓയിൽ എടുക്കുക, സ്മെല്ലില്ലാത്ത ഓയിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് ഒരു 5-8 മുഴുവൻ കുരുമുളക്, ഒരു 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, ഉണക്ക നാരങ്ങ, പിന്നെ ഇത് ഓപ്ഷനിലാണ് മാഗി ക്യൂബ്. നമ്മൾ മീനാണ് വെക്കുന്നത്, ചിക്കൻ മാഗി ക്യൂബാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, റൈസിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് അവോയ്ഡ് ചെയ്യുക, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അത് മിക്സ് ആക്കുന്നത് നമ്മുടെ ആ ഒരു മാഗി ക്യൂബില്ലേ, അത് അതിൻ്റെ കട്ടയൊന്നും അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം. മാഗി ക്യൂബ് ഒരു നിർബന്ധമില്ല കേട്ടോ, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനൊരു പീസ് ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ആവശ്യമേ ഇല്ല കേട്ടോ ഇതിലേക്ക്. ആ പ്രോൺസിൻ്റെ ടേസ്റ്റാണ് നമുക്ക് മുന്നിലേക്ക് വരിക, ആ സ്മോക്കി ഫ്ലേവറും പ്രോൺസിൻ്റെ ടേസ്റ്റും അറിയാമല്ലോ. പ്രോൺസ് കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും നല്ല ഫ്ലേവർ ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഇതാ കുക്കറിൻ്റെ അടിയിലേക്ക് ഇതുപോലെ പ്രോൺസ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. നമ്മൾ ചിക്കൻ മന്തി ചെയ്യുന്ന പോലെ തന്നെ ബാക്കി പ്രോസസ്സൊക്കെ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എത്രയുണ്ടെങ്കിലും അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി അത് മസാലയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് അതിലേക്ക് ഇങ്ങനെ വടിച്ച് കംപ്ലീറ്റ് ആക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് അതിലേക്ക് ആവശ്യമുണ്ട്, നമ്മൾ റൈസിനും കൂടെ ഉള്ള ആ ഒരു ഫ്ലേവറും കാര്യങ്ങളാണ് അത്. പിന്നെ ഓയിൽ നിങ്ങൾ അത്ര തന്നെ എടുക്കണം കേട്ടോ. പിന്നെ അതാ ഒരു 1/2 ഗ്ലാസ് വെള്ളം, പച്ചവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മസ്റ്റായിട്ട് നിങ്ങളത് ഒഴിച്ചു കൊടുക്കണം, ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഓയിലും നിങ്ങൾ അത്ര തന്നെ എടുക്കണം. കാര്യം നമ്മൾ ചിക്കനൊക്കെ ചെയ്യുന്ന സമയത്ത് ചിക്കൻ്റെ ആ നെയ്യും അതിൽ നിന്ന് ആ വെള്ളം ഇറങ്ങലും കാര്യങ്ങളൊക്കെ വരും. മീനിൽ നിന്ന് അധികം ഇറങ്ങാനുണ്ടാവില്ല, എണ്ണയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത്ര ഓയിലും വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണേ. പിന്നെ ഇതാ നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള റൈസില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ലെവലാക്കി കൊടുത്തിട്ട് നമുക്ക് പച്ചമുളക് ഒരു 4-5 പച്ചമുളക് വരെ നമുക്ക് ഒന്ന് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് കനൽ, ഞാനിപ്പോൾ ചാർക്കോളല്ല 2 ചിരട്ട കത്തിച്ചു, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ അതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്, നല്ല ഒന്നൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ.
ഇനി അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുക്കരുത്, ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കേട്ടോ. ആ വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി. ചെമ്മീനും എല്ലാം നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് കിട്ടും. റൈസെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും. ഇനിയിപ്പോൾ എനിക്ക് റഫീക്ക് വരാൻ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സൈഡായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ബിരിയാണിയിലേക്കും മന്തിയിലേക്കൊക്കെ എനിക്ക് അപ്പം എന്താണോ എൻ്റെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ അപ്പം എന്താണോ എനിക്ക് തോന്നുന്നത്, അതിങ്ങനെ എന്തെങ്കിലും സൈഡായിട്ട് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഞാൻ ബിരിയാണിയിലേക്ക് ചിലർക്കുണ്ട് തൈര് നിർബന്ധം, അതുപോലെ തന്നെ ചമ്മന്തി നിർബന്ധം. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും എനിക്ക് അപ്പം തോന്നുന്ന എന്തെങ്കിലും ഞാൻ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് ഒരു വെറൈറ്റി ആയിട്ട് എന്താണ്, നമുക്ക് അങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റും കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനത്തെ സലാഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സാധാ ഇപ്പോൾ റഫീഖൊക്കെ ആണെങ്കിൽ കൂടി നമ്മൾ അവരെ ഫോക്കസ് ചെയ്തിട്ടില്ല ഫുഡും കാര്യങ്ങളൊക്കെ ആക്കുക. ഈ വെറൈറ്റി സംഭവങ്ങൾ, ഒരു ചമ്മന്തി ആണെങ്കിലും നമ്മളൊരു വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ നാടനായിട്ട് ചെയ്യുന്നത് നാടനൊക്കെ ഇഷ്ടമാണ് വല്ലപ്പോഴും, നമ്മൾ സാധാ ഉണ്ടാക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആക്കിയിട്ട് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ പറയുകയൊക്കെ ചെയ്യും നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമാകുമല്ലോ, നമുക്കത് ചെയ്ത് കൊടുക്കാൻ ഒന്നും കൂടെ ഇഷ്ടമാകുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ളതും കൂടെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ നിന്ന സമയത്ത് നമ്മളെ പോട്ടിലൊക്കെ റഫീഖ ചെടിയൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പോട്ടിലൊക്കെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് ഇങ്ങനെ മാറ്റാതെ വെച്ചപ്പോൾ പിന്നെ സ്റ്റാൻഡും അത്യാവശ്യം മോശമായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് തട്ടി തുടച്ച് ക്ലീൻ ആക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരുപാടായില്ലേ, ഒരു മാസമല്ല 2-2.5 മാസത്തോളമായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനത്തെ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ ഒന്ന് എടുക്കണം. അപ്പോൾ ഈ ഒരു പോട്ടൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട് കേട്ടോ വീഡിയോയിൽ, ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കുമോ എന്നൊക്കെ, ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നൊക്കെ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ കാണുന്ന സമയത്ത് അങ്ങ് വാങ്ങുകയാണ് ചെയ്യുക. ഇത് ഓരോ പോട്ടും പല പല സ്ഥലത്തു നിന്നായിരിക്കും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ ഞാൻ വാങ്ങുന്നതൊക്കെ ഞാൻ ഓരോരോ വീഡിയോയിലായിട്ട് ഞാൻ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും കഴിഞ്ഞ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. നിങ്ങൾ കാണുന്ന ഓരോ കാര്യങ്ങളും അതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നതാണ് എൻ്റെ വ്ളോഗിൽ. ഞാൻ പർച്ചേസ് ചെയ്യുന്നതും ഞാനത് യൂസ് ചെയ്യുന്നതും അത് എങ്ങനെ വെക്കുന്നു, എവിടെ വെക്കുന്നു, എങ്ങനെ വെക്കാം എന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. അപ്പോൾ പല പല വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നിയത്, റഫീഖ ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഞാൻ മാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് മാങ്ങ, ഒരു 10 മാങ്ങയൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു നന്നായിട്ട് പഴുത്ത് മധുരമായിട്ടുമില്ല, എന്നാൽ ഭയങ്കര പുളിപ്പുമില്ല, അങ്ങനത്തെ ഒരു മാങ്ങ ഞാൻ എടുത്തു. ചെറിയൊരു പുളിപ്പ് നമുക്ക് കിട്ടും, എന്നാൽ കുറച്ചൊരു സ്വീറ്റ്നെസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ഒരു സവാളയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ മിക്സീൻ്റെ ജാറിൽ പച്ചമുളകും ഒരു 1-2 പച്ചമുളകൊക്കെ എടുക്കാം കേട്ടോ. ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടില്ല. സവാള പേസ്റ്റ് ആക്കുന്നതിനേക്കാളും പേസ്റ്റാക്കിയ വേറെ ടേസ്റ്റാണ്, ക്രഷാക്കിയ വേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുള്ളൂ, പേസ്റ്റ് ആയിട്ടില്ല. നിങ്ങൾക്കിത് കാണാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി കുറവാണെങ്കിൽ കുറച്ച് ലെമണൊക്കെ പിഴിഞ്ഞ് വയ്ക്കുക. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതിലേക്ക് ആക്കിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. കിടില ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തെ ടേസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായി, വെറുതെ പറയുന്നതല്ല. അപ്പോൾ നല്ല അടിപൊളി ഡിപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ മന്തീൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു അത് ആക്കിയപ്പോഴത്തേക്കും ഇത് റഫീഖയും വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുക്കറിലെ ചോറ് എന്തായി നോക്കാം, എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഇതാ ഞാനിതൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും ഇതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ടേസ്റ്റൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അടച്ച് വെക്കണം, കാരണം നമ്മൾ സവാളയൊക്കെ അങ്ങനെ തന്നെ ചേർത്തതല്ലേ, അതാണേ. അപ്പോൾ ഇതാ നമ്മൾ എയറെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല സ്മോക്കി ഫ്ലേവറൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ മിക്സ് ചെയ്യാം, എന്നാലും ഞാൻ വേറൊരു പാത്രത്തിലേക്കൊന്ന് തട്ടി കൊടുക്കട്ടെ. അപ്പോൾ ഇതാ ഒരു ബിരിയാണി പോട്ടിലേക്ക് ഞാൻ ചോറും മസാലയും മൊത്തത്തിൽ തട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു ചെമ്മീനും കാര്യങ്ങളൊക്കെ അടുക്കി പിടിക്കും കേട്ടോ. മാത്രമല്ല ആ ഒരു ജ്യൂസി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടില്ല, ഡ്രൈ ആയിട്ടുള്ള ചോറാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ വിസിലടുപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യരുത്, അപ്പോഴൊക്കെ നമ്മൾ ആ വെള്ളം കുറയും, വറ്റി ഡ്രൈ ആയി അടി കരിഞ്ഞ് പിടിക്കും കേട്ടോ. അതുണ്ടാവാണ്ടിരിക്കാനാട്ടോ ഞാൻ അങ്ങനെ പറയാം. ഒരു മോയ്സ്ചർ ആയിട്ടുള്ള ചോറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനിയിപ്പോൾ പ്രോൺസ് ആയതുകൊണ്ട് തന്നെ നമ്മളിതാ
ഉടഞ്ഞു പോകുന്നില്ല. നന്നായിട്ട് ചോറും ആ മസാലയൊക്കെ മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോഴാണ് ആ റൈസിലേക്കും കൂടെ നല്ല ആ പ്രോൺസിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുക. നിങ്ങൾക്ക് ഒരു 1/4 ബൗളിൻ്റെ മുകളിലേക്ക് ഒരു അര ബൗൾ വരെ നിങ്ങൾക്ക് 1/2 കിലോ നമ്മുടെ റൈസ് വെച്ചിട്ടുണ്ടാക്കുക, 1/2 കിലോ മന്തിയിലേക്ക് ഓയിലെടുക്കാം കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ബീഫിൽ നിന്നാണെങ്കിലും ചിക്കൻ നിന്നാണെങ്കിലൊക്കെ നമുക്ക് ആ ഒരു അതിൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരും. ഇതിന്ന് അങ്ങനെ ചെമ്മീൻ നിന്ന് അങ്ങനെ ഇറങ്ങി വരാൻ നെയ്യും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പം അത് മറന്നു പോകണ്ട. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളേ ഉള്ളൂ, അതാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പം ഇതാ നമ്മളെ ഡിപ്പും കൂടെ കൂട്ടിയിട്ട് നമുക്ക് മന്തി കഴിക്കാം. നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ടേസ്റ്റാണ്. റൈസിനൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട്. ഈ ഒരു 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കൊണ്ടും ബീഫ് കൊണ്ടൊക്കെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇടയ്ക്കൊക്കെ ഒന്ന് അടിപൊളിയാണ്. പിന്നെ ഞാൻ മുന്നേ ഒരു മീൻ വെച്ചിട്ടുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്നേ കട്ടിയുള്ള ഒരു മീൻ വെച്ചിട്ടാണ്, കട്ടിയുള്ള മീൻ വേണം നമ്മളത് എടുക്കാൻ. അത് ഞാൻ മുന്നേ ഫിഷ് മന്തി അടിച്ചു ചോദിച്ചാൽ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുമേ. അപ്പോൾ ഇത് പ്രോൺസ് വെച്ചിട്ട് തികച്ചും വ്യത്യസ്ത ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മളതിങ്ങനെ പറയുമായിരുന്നു കേട്ടോ, റൈസിന് നല്ല ടേസ്റ്റ്, നല്ല ഫ്ലേവർ ഉണ്ടല്ലേ, മാഗി ക്യൂബിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ എന്നിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇങ്ങനെ ആ ഒരു പ്രോൺസിൻ്റെ ടേസ്റ്റൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ വരുമ്പോൾ, പിന്നെ പ്രോൺസ് ആണെങ്കിലും നല്ല നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത പോലെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓവർ കുക്കാവാതെ, കാരണം ഒറ്റ വിസിലല്ലേ നമ്മൾ അടിക്കുന്നുള്ളൂ. അപ്പോൾ ഓവർ കുക്കാവാതെ നല്ല സോഫ്റ്റായിട്ട്, എന്നാൽ നല്ല മുരിഞ്ഞ് താഴ്ഭാഗം ആ വൈറ്റ് കളറിലല്ലാതെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതിപ്പോൾ ഇതാ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് നമ്മളിത് അങ്ങനെ മഴയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വെറുതെ ഒന്നിങ്ങനെ, ആ ഒരു സമയത്താണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് കേട്ടോ. അതിനുശേഷം ഒരു ബാങ്ക് കൊടുത്ത് നമ്മളിതാ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇരിക്കുന്നൊരു ടൈമാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, രാത്രിയിലത്തെ ഫുഡ് എന്തെങ്കിലും തട്ടിക്കൂട്ടണം. പിന്നെ കറി ഉണ്ട് കേട്ടോ, കുറച്ച് കറി ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ, ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചു. അത് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ കറി ഉണ്ടാക്കും, അതങ്ങനെ അവിടെ പെൻഡിങ് ആവും. പിന്നെ അത് വന്ന് കളയേണ്ടി വരും. അപ്പം ഞാൻ ആദ്യം ഫ്രിഡ്ജിലേക്ക്, വല്ലപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ കറികളൊക്കെ വെക്കുകയുള്ളൂ, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ എന്താണ് ഉള്ളതെന്ന്. അപ്പോൾ അങ്ങനെ കറിയുണ്ട്. ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കുന്നത് എന്നൊന്ന് ആലോചിക്കട്ടെ. അപ്പോൾ റഫീഖ് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ, അവിടെ പൊടി ഇങ്ങനെ ആ വുഡിൻ്റെ മുകളിൽ ഇങ്ങനെ പൊടി വന്നിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പൊടിയൊക്കെ തുടച്ച് എടുക്കാനുള്ളൊരു സമയം കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ടി വി വെച്ച ആ ഒരു വുഡിൻ്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പൂപ്പലിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. മഴയല്ലേ, പിന്നെ നമ്മളിവിടെ അകത്തൊക്കെ നല്ല തണുപ്പായിരിക്കുമല്ലോ മഴക്കാലത്ത്. അപ്പം അങ്ങനെ കേട്ടോ, ഈ നാട്ടിൽ താഴെ അങ്ങനത്തെ ഭാഗത്തൊന്നും ഇങ്ങനെ ചൂടും ഉണ്ടാവും മഴയുണ്ടാവും. നമ്മൾ പോയാലുള്ള സ്ഥിതി അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് വലിയ പ്രശ്നമില്ല. ആ ഒരു കാലാവസ്ഥ ചൂടിൽ തന്നെ നമ്മുടെ അകത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, ഇത് നമുക്ക് നന്നായിട്ട് ഈർപ്പം ഉണ്ടാവും കേട്ടോ. നല്ല നനവും കാര്യങ്ങളൊക്കെ തന്നെ ടൈലിലും ഒക്കെ ഉണ്ടാവും ഈ ഒരു സമയത്ത്. അത്രയും തണുപ്പ് നമ്മൾ അകത്തേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. കിച്ചണിലൊക്കെ ശരിക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഞാൻ ഓരോരോ ഭാഗമായിട്ട് പറ്റുന്നത് പോലെയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ കാര്യമായിട്ടുള്ളൊരു ക്ലീനിങ്ങും കാര്യങ്ങളും ഞാൻ ചെയ്യാനും തുടങ്ങിയിട്ടില്ലല്ലോ. കിച്ചണിൽ നല്ലൊരു പണി എനിക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ഞാൻ ഓരോ ദിവസം ഏതെങ്കിലും ഒരു ദിവസമായിട്ട് പറ്റുന്നത് പോലെ കുറച്ചായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ആലോചിച്ച് അവസാനം ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ പുട്ട് കുറച്ചേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ, കുറച്ച് ചപ്പാത്തി ഉണ്ട്. അപ്പോൾ ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചപ്പാത്തിയുണ്ട്, പുട്ടും ഞാൻ പറഞ്ഞുതരാം ചിക്കൻ കറിയെന്ന്. അപ്പോൾ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്തു. ഇനിയിപ്പോൾ ഇതാ നമ്മൾ
കഴിക്കട്ടെ. അപ്പോൾ റഫീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കലൊന്നും നടക്കൂല കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു സ്ട്രിക്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരണം അതൊക്കെ. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് പോകട്ടോ. ഞാൻ ഉദ്ദേശിച്ചൊരു സമയം ഒന്ന് വെയിറ്റൊക്കെ കുറഞ്ഞ് വരുന്നവരെ കവർ ചെയ്തു. അങ്ങനെ പൊതിഞ്ഞ് നമ്മളന്ന് പ്ലാസ്റ്റിക് കവറിൽ വെച്ചില്ലേ, കളർ ചേഞ്ച് ആയിരുന്നു, ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ ഇതിൽ ഇങ്ങനെ കമൻറ്റിലാണ് പറഞ്ഞു, ഒന്ന് രണ്ട് കമൻറ്റ് കൊണ്ടിങ്ങനെ ന്യൂസ് പേപ്പറിൽ കവർ ചെയ്ത് വെച്ചാൽ കളർ ചേഞ്ച് ആവില്ല, കളർ ബ്ലാക്ക് ആവില്ലായിരുന്നു. പഴം നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് ഒന്നും അയച്ചില്ല, ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ തീരുന്നവരെ ഉപയോഗിച്ചില്ലേ, പക്ഷെ കളർ ചേഞ്ചും ആവില്ല. നോക്കി നോക്കാം, ഞാനിതുവരെ ചെയ്തിട്ടില്ല. ഇപ്പം കറക്റ്റ് പഴുപ്പ് പഴം പുറത്ത് വെച്ചാൽ ഫുള്ള് തീരൂലല്ലോ, ചീനി നാശമായിരിക്കും. എന്നാൽ ഡെയിലി നമുക്ക് പഴത്തിന് ആവശ്യമാണ്. എത്ര പോകും? അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ക്ലിയർ ആയോന്ന് അറിയില്ല, കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ പഴം ഇങ്ങനെ കവറിൽ പൊതിഞ്ഞ് വെച്ച സമയത്ത് ബ്ലാക്ക് കളർ വരും കേട്ടോ, തൊലിക്കൊക്കെ ബ്ലാക്ക് കളർ വരലുണ്ട്. അപ്പം ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് കളർ വരില്ല ആ പഴത്തിൻ്റെ തൊലിക്ക് എന്ന് കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളെന്തായാലും ഇവിടെ ഇങ്ങനെ കൊലയാണ് കേട്ടോ വാങ്ങുക, നേന്ത്രപ്പഴം വാങ്ങുമ്പോൾ അപ്പം ആവശ്യമുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ കൊല വാങ്ങിയാൽ പെട്ടെന്നത് തീരുന്നവരെ നമുക്ക് ആ ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ, പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാകത്തെ പഴുപ്പായി കഴിഞ്ഞാൽ, ഓവർ പഴുപ്പല്ല എന്നാൽ ആ കറ പോയി പഴുക്കുകയും വേണം, ആ ഒരു രീതിയിലായി കഴിഞ്ഞാൽ ഒരു പടലേക്ക് അതിമ്മ വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെക്കുക, ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനുള്ളത് എടുക്കുകയാണ് ചെയ്യുക. കവറിൽ കെട്ടി വെച്ചാൽ പഴുപ്പ് കൂടി പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ തൊലി കറുത്ത് നമുക്കതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പോകും കേട്ടോ, അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോഴല്ലേ നമുക്ക് കഴിക്കാൻ തൊലി കറുത്ത പഴം നല്ലതാണ് കേട്ടോ, ഭയങ്കര ഹെൽത്തിയാണ് ആ പഴം. പക്ഷേ ആർക്കെങ്കിലും കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു എന്തോ പോലെ തോന്നൂലേ. അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിത് ഇനിയിപ്പോൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പച്ചക്കറി വെക്കുന്ന ബോക്സിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെക്കുന്ന ബോക്സിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പച്ചക്കറി വെക്കാനുള്ളൊരു ഇടവും കൂടെ കുറച്ച് ഇടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ദിവസവും ഒരു 3 എണ്ണം വെച്ചിട്ട് എടുക്കുമ്പോൾ എന്തായാലും, അതുപോലെ തന്നെ രാവിലെ നമ്മൾ എണീറ്റ് വരുന്ന ആ ഒരു സമയത്ത് കഴിക്കാനോ അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെയോ ഉപ്മാവിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇത് എടുക്കാറ്. അപ്പോൾ അങ്ങനെ തീർന്നോളും. അപ്പോൾ അത് ഞാൻ പിന്നീട് വീഡിയോയിൽ പറഞ്ഞു തരാം എങ്ങനെയുണ്ട് നോക്കിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിൻ്റെ ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇപ്പോൾ ഒന്നുമില്ല, ഒന്ന് ഫ്രഷ് ആവണം, അതിന് ശേഷം കിടക്കാൻ വേണ്ടി പോകണം, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ സമയം ഒരു 8:30 ആയിട്ടുള്ളൂ കേട്ടോ. 10 മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ കിടക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.